എന്റെ മോനെ ഇതെന്താ സാധനം? മെമ്പർഷിപ്പ് 711 അപരാധി മക്കൾ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് എനിക്ക് തയ്ച്ചെന്നേട്ടാ, വേറെ ആരുമില്ല, നമ്മുടെ മാസ്റ്റർ മനു എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മനുവിന്റെ ഇതിലാണ് കണ്ടത്. മനുവിന്റെ ഇതിൽ കണ്ടിട്ട് ഞാൻ നേരെ പോയി മനുവിന്റെ അടുത്ത് സാധനം സെൻഡ് ചെയ്ത് വാങ്ങിച്ചു. അല്ലാതെ ഞാനേ അവരാതെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ല. ഇതിനേക്കാളും നല്ല ഞാൻ ബ്രാസീസിലോ അല്ല നോട്ട് ചെയ്യുമ്പോഴേക്കും പോയി കാണും. ഇത്രയും ഗതികെട്ടതൊക്കെ പൈസ കൊടുത്ത് എന്റെ കാശ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തിരുന്ന് കാണേണ്ട അത്രയും ഗതികേട് എനിക്കില്ല. പിന്നെ മനു എടുത്തു വെച്ചതുകൊണ്ട് ഞാൻ മനുവിന്റെ നിങ്ങൾ വാങ്ങി ഞാൻ എടുത്ത് ചെയ്തു, അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് കാണുമ്പോൾ മാത്രം ഒരു സന്തോഷം, വളരെയധികം സന്തോഷം കേട്ടാ. അയ്യോ നിപ്പ് കണ്ട വയലാറ് നിൽക്കുമോ ഇതുപോലെ. അയ്യോ ഇതെന്താ ഇത്? കൊച്ചുമോൻ കാണൂലേ? ആര്? നിന്റെ സ്വന്തം മോൻ കാണത്തില്ല ഇതൊന്നും. നല്ലതാ, പറയാം. അവനിനെ അഭിമാനിക്കുക. ഇങ്ങനെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് അവന്റെ അമ്മയ്ക്ക്. മാസം 1,00,000 സംതിങ് രൂപ കിട്ടും. 1.5 ലക്ഷം. ഇനിയിപ്പോ അത് കയറി പോവും. ഇപ്പൊ തന്നെ 711 ഉണ്ട്. അതേ ഗുണം 180, 1,27,000 സംതിങ് എങ്ങാണ്ട് വരും. നല്ല വച്ചടി കയറ്റമാണ്. നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് കേട്ടാ. എല്ലാ സുനിയേട്ടന് വേണ്ടിട്ട്. ഇനി വേറൊരു ഡയലോഗ് ഉണ്ട്, ഹൈലൈറ്റ് ഡയലോഗ്. എന്റെ കുടുംബം ആര് നോക്കും? എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് വന്ന നായിക. ആരെ റെപ്രസെന്റ് ചെയ്ത്? ബിഗ് ബോസിലോട്ട് പോയത് എങ്ങോട്ടാ? വിധവകളെ റെപ്രസെന്റ് ചെയ്ത്. ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്തത് ആരാ റെപ്രസെന്റ് ചെയ്തിട്ടാ? വിധവകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. എന്റെ പൊന്നട വാ തുറന്ന് പറയല്ലേ, ഇനി നാട്ടുകാർ അലവിലിട്ട് അടിച്ചു തരും. കാരണം വിധവകളെന്ന് പറയുമ്പോ അവരാധിച്ചല്ല നടക്കുന്നത്, അല്ലെങ്കിൽ അപരാധം കാണിച്ചല്ല വിധവകൾ ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ഇതിട്ട് പറയല്ലേ. ഇനി എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ ആര് തരും എന്നൊന്നും പറയരുത്. വാ തുറക്കല്ല്, നീ ഇനി മിണ്ടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. വാ എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ട്. ദൈവമേ, ഞാനിതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതിനേക്കാളും വലിയ അപരാധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലേടെ എന്ന്. ഉണ്ട്, അതും കാണുന്നതെല്ലാം പറയുന്നുണ്ട്. കുറെ അപരാധങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് പറയുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അത്രയ്ക്ക് കുന്തളിപ്പുകൾ കാണിച്ച്, അത്രയ്ക്ക് തള്ളുകൾ തള്ളി, അതുകൊണ്ടാണ് ഇതിനെ വലിച്ചീരങ്ങ് ഒട്ടിക്കുന്നത്. മനസ്സിലായി? വേറെ ഒന്നും കൂടുതലൊന്നുമില്ല. എന്തായാലും ഐശ്വര്യമായിട്ട് മെമ്പർഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ല, കാണാൻ ഇനിയുണ്ട്. ഇതെന്താ? ഗുഡ് നൈറ്റ് സ്വീറ്റ് ഹാർട്ട്. നല്ലതാ, കൊള്ളാം. അയ്യോ നോട്ടം കണ്ട. അയ്യോ ഇതാര്? ഇതെന്താ? ജിമ്മിൽ പോയ? ജിമ്മിൽ പോണ കഥ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ പൊക്കിക്കിടത്തോളൂ. ഒന്നും പറയാനില്ല. മല്ലയ്യ, ഇതെന്താ ഇത്? എന്താ ഇത്? ഗുഡ് മോർണിംഗ്. അന്തസ്. എന്തായാലും കുറെ അധികം സാധനങ്ങൾ ഇതുപോലെ ഉണ്ട് മെമ്പർഷിപ്പിൽ. ഇതിപ്പോ ഉള്ളതത്ര, നിലവിലുള്ള അത്ര സാധനം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് ക്രമേണ അപരാധം അറ്റ് ദ പീക്കിലോട്ട് പോകും. വേറെ മറ്റൊന്നുമില്ല, അത് തന്നെയാണ് അടുത്തിന് കാണാൻ പോകുന്നത്. എന്തായാലും എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറയണ്ടല്ലോ. ഇനി എന്തായാലും വിട്ട്, ഇത് കയ്യിൽ നിന്ന് പോയ കേസാടാ. ഇതൊക്കെ ചീഞ്ഞളിഞ്ഞ 6 ടീമുകളാണ്. ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വേണം. സീരിയസ്ലി, ഇപ്പൊ മനുഷ്യന്മാരായ അന്തസ്സും ഒരു ഇതൊക്കെ വേണം. പ്രത്യേകിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവർ. അല്ലാത്തവർ അപരാധിച്ചൊക്കെ നടക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെ തോന്നിവാസങ്ങൾ കാണിച്ച് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു മകനൊക്കെ ഉണ്ട്. ആ മകൻ നാളെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവൻ ഫേസ് ചെയ്യേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ഉത്തരം പറയേണ്ട ഇവളല്ല. ഇവള് പറയത്തില്ല, ഇവക്ക് ഉളുപ്പില്ല, ഇവക്ക് വിവരമില്ല, ബോധമില്ല, സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല. പക്ഷെ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഈ സമൂഹത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യും. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്? ഈ രേണു ആയാലും രേണുവിന്റെ കുടുംബമായാലും ആലോചിച്ചിട്ടുണ്ടോ? തങ്കച്ച ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ മോളെ? ഞാൻ സീരിയസ്ലി പറയുക, കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ആ കുട്ടിയുടെ അവസ്ഥ. ഒന്നുമില്ലെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് റീച്ചബിൾ ആയിട്ടുള്ള, നെഗറ്റീവ് ആയാലും റീച്ച് ആയിട്ടുള്ളൊരു ആളാണ്. കുറെ കോപ്രായ ആൽബങ്ങൾ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിലും ഇപ്പൊ പേക്കൂത്തുകളായിട്ടുണ്ട്. ഇത്രയും റീച്ചിൽ നിൽക്കുന്നുണ്ട്. മലയാളികൾ അത്രയും അറിഞ്ഞൊരു വ്യക്തിയാണ്. അപരാധത്തിലൂടെ ആയാലും അറിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അതിപ്പോ വരും ദിവസങ്ങളിൽ അതിക്രമിച്ച് അപരാധം അറ്റ് ദ പീക്ക് എന്ന് പറഞ്ഞ് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. നാളെ ഇതിന് നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നീ കുറെ ചീഞ്ഞളിഞ്ഞ പൈസ ഉണ്ടാക്കും. പക്ഷെ നിന്റെ മകൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. കിച്ചുവിന്റെ കാര്യം വിടും, മറ്റേ പയ്യൻ. അവനാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സ്കൂളിൽ പോകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോൾ ബാക്കിയുള്ള ടീച്ചേഴ്സായാലും കൂടെ പഠിക്കുന്ന കുട്ടികളായാലും ആ കണ്ണിലൂടെ കാണാൻ തുടങ്ങും. കളിയാക്കലുകൾ അവൻ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സിറ്റുവേഷനിലൂടെ ആ മകൻ പോകും. ഒരു മകനും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന
അപ്പനും അമ്മയുണ്ട്. ഇനി അപ്പൻ മരിച്ചു പോയാൽ പട്ടിയെ പോലെ പണിയെടുത്ത് ഈ പറഞ്ഞ പോലെ സിംഗിൾ മോമായിട്ട് നിന്നും കൊണ്ട് മക്കളെ വളർത്തുന്ന അമ്മമാരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ്, വിധവകൾക്ക് വേണ്ടിയിട്ടാണ് താൻ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൊണയടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് കാണിക്കുന്നത് അപരാധമാണിത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു രേണു? ഞാൻ സീരിയസ്ലിയാണ്, ഇത് കോമഡി ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ സീരിയസ്ലിയാണ് ചോദിക്കുന്നത്. ഒരു കൊച്ചു പയ്യനുണ്ട്, ആ പയ്യനെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ അപരാധം എന്ന് പറയുന്ന സാധനം കാണിക്കാണ്ട് ജീവിക്കാൻ പറ്റത്തില്ലേ? ഇതെന്താ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഉള്ള വാശിയാണോ? നെഗറ്റീവ് എല്ലാം പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. അത് വിട്, അത് ഒരു വഴിക്ക് പോകുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയപ്പോഴും എൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടാണ്. എന്ത്, ഇത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് സാധാരണ ഫോട്ടോസ് ആയിരിക്കും കൊണ്ടിടുന്നത്, പക്ഷെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് കണ്ടോ? ഈ അപരാധത്തിലോട്ടാ പോകുന്നത്. ഈ കാമക്കടുവകളെ, കാമപ്രാന്തന്മാരെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഫോട്ടോസിലോട്ടാണ് വച്ചടി കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഏത് ലെവലിൽ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല. സത്യം കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ്, കാറ് തുപ്പാന്ന് തോന്നി നിങ്ങൾ കണ്ടപ്പോൾ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇങ്ങനെ തരം താഴ്ന്ന് വീണ്ടും കയറി പോകുന്നു. ഇടയ്ക്ക് കുറെ കോപ്രായങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇപ്പോൾ മെമ്പർഷിപ്പും തുടങ്ങി, അതിൻ്റെ അകത്ത് തുടങ്ങിയിരിക്കുകയാണ്. കഷ്ടം. ഇതിനേക്കാളും പിച്ചെടുത്ത് ജീവിക്കുന്നതിനുണ്ട് അന്തസ്. കേട്ടോ ഇതിപ്പോ കുറെ പേര് പറയും നിനക്ക് നാണമില്ലടാ, അവരെ പറയാം മറ്റാണ് മാടായിട്ട് കോടൻ പറയുന്ന ഡയലോഗിൽ അടിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. സത്യം, കുറെ വിവരമില്ലാത്ത, കുറെ ബോധമില്ലാത്ത, പൊക്കണമില്ലാത്തതൊക്കെ ഇതുപോലത്തെ അപരാധങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിട്ടാണ് ഇതൊക്കെ അഴിഞ്ഞാടി ഈ സമൂഹം നശിപ്പിക്കുന്നത്. മനസ്സിലായ? അതാദ്യം മനസ്സിലാക്കണം. കുറെ ഇങ്ങനത്തെ ഈ ചീഞ്ഞളിഞ്ഞ കേസിനെ സപ്പോർട്ട് ചെയ്താണ് ഈ നാട് കുട്ടിച്ചോറ നശിച്ച് നാറാണത്തായിട്ടുള്ളത്. അതെനിക്ക് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അമ്മാതിരി അപരാധങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് 10 പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നും. എന്തായാലും കൊള്ളാം, നിന്റെയൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിരുന്നോ? കണ്ടോ? ഇരുന്ന് കാണും കുളിർക്കെ കണ്ടോ? ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിനേക്കാളും പോയി തൂങ്ങിച്ചാവുന്നതിന് നല്ലത്. സീരിയസ്ലി ഇത് മനു സബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാസ്റ്റർ മൈൻഡ് മനു, അവൻ്റെതാണ് ഞാൻ അത് വാങ്ങിച്ചത്. എന്തായാലും കൊള്ളാം. കഷ്ടോടെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് കോമഡി ആയിട്ട് പറഞ്ഞു വിടാം. പക്ഷെ എനിക്ക് സീരിയസ്ലി ഇത് ഉള്ളിൽ നിന്ന് എനിക്ക് ആ ഒരു സാധനം, ആ പയ്യന്റെ അവസ്ഥയൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഇങ്ങനെ അപരാധം കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മക്കൾക്കും പറ്റത്തില്ല. സ്വന്തം അപ്പനും അമ്മയും അപരാധികളാണ് അല്ലെങ്കിൽ അപരാധിച്ച് നടക്കുന്ന ടീംസാണെന്ന് ഒരു മക്കൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മക്കൾക്ക്. അപ്പോ ആ കൊച്ചിന് വളർന്നു വരുമ്പോൾ ആ കൊച്ചിന്റെ അവസ്ഥ ആലോചിക്കും. ഇപ്പൊ അതിന് എട്ടുമ്പോട്ട് അറിയത്തില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ നാട്ടുകാർ ചോദിച്ചു തുടങ്ങും, കൂടെ പഠിക്കുന്ന പിള്ളേർ ചോദിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് അവൻ ഇതിന്റെ ഒരു സംഭവം മനസ്സിലാക്കുന്നത്. അന്ന് രേണുവിനെ തള്ളി പറഞ്ഞേക്കാം. അപ്പൊ നീ ഉണ്ടാക്കിയതെല്ലാം അങ്ങ് തീരും. ഒരു സമയം കഴിയുമ്പോൾ നിന്റെ എല്ലാ കോപ്പവും പേക്കൂത്തുകളും തീരുമ്പോൾ തിരിഞ്ഞു നോക്കാനും നിനക്ക് അവസാനം ഒരു തുള്ളി വെള്ളം തരാനും നിന്റെ മകൻ പോലും നിന്റെ അടുത്ത് കാണത്തില്ല. മനസ്സിലായ? ആ ലെവലിൽ നീ കൊണ്ടെത്തിക്കും നിന്റെ മക്കളെ, അല്ലെങ്കിൽ നിന്റെ മകനെ. ഒരു പയ്യനെ എടുത്താൽ മതി, കിച്ചുവിനോട് ഒരു പയ്യനെ എടുത്താൽ മതി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ കഷ്ടപ്പെട്ട് പിച്ച എടുത്ത് വളർത്തിയാലും മക്കൾക്ക് ആ ഒരു ഇത് കാണും. അവസാന കാലഘട്ടം ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വാർദ്ധക്യത്തിലോട്ട് പോകുന്ന സമയത്ത് ആ മക്കൾ നമ്മൾ തിരിഞ്ഞു നോക്കും. പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മക്കൾക്ക് നാണക്കേടായി മാറിയ തള്ളയെന്ന് തന്നെയാണെങ്കിൽ ആ മക്കൾ തിരിഞ്ഞു നോക്കത്തില്ല. തിരിഞ്ഞു നോക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തുമില്ല. സീരിയസ്ലി അതേ ഒരു അവസ്ഥയിലായിരിക്കും ഇനി ആ പയ്യൻ എത്താൻ പോകുന്നത്. നീ എഴുതി വെച്ചോ. നാണം കെട്ടാണ് ഈ പോകുന്നത് രേണുവിന്റെ പോക്ക്. വളരെയധികം മോശമാണ്. അതുപോലെ തന്നെ റീസെന്റ് കള്ളച്ചാപ്പി കടന്ന് കൂത്താട്ടകൾ കാണിച്ച് മറ്റേ പ്രതീക്ഷയും ദാസപ്പനും വേറൊരു മൊണ്ണയൊക്കെ എടുത്തിട്ട് കറക്കിയുള്ള ഒരു വീഡിയോ, അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൽഫുഡ് സൂരജ് അവനെതിരെ കേസ് കൊടുത്തു. ആര്? ഏവനോ ഒരുത്താൻ കേസ് കൊടുത്ത് കള്ളുചാപ്പ് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവന് എക്സൈസുകാർ പെറ്റി അടിച്ച് 25,000 രൂപ, 50,000 അടിച്ച് അത് മറ്റേ അദാലത്തിൽ പോയിട്ട് മറ്റേ 25,000 രൂപ അടക്കേണ്ടി വന്നു. മനസ്സിലായ? ഇത് ഇപ്പൊ വള്ളി വന്നിട്ടുണ്ട്. ആർക്കും? രേണുവിനും ഈ പ്രതീഷിനും ദാസപ്പനും ഒക്കെ വള്ളി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ കേസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള സംഭവം വന്നപ്പം നൈസായിട്ട് എല്ലാ ടീമും കൂടി കോൺഫറൻസ് കോൾ ഇട്ടിട്ട് പറയണം, അയ്യോ അത് കഞ്ഞിവെള്ളമായിരുന്നു, കള്ളിച്ചാപ്പിൽ നിന്റെ അച്ഛനാണ് കഞ്ഞിവെള്ളം കൊണ്ട് ചെയ്യുന്നത്, പിന്നെ എല്ലാം ഞാൻ എന്നാ പറയാനാ, കള്ളിച്ചാപ്പിൽ കഞ്ഞിവെള്ളം ചെയ്യണമെന്ന്. കൊള്ളാം. എന്തായാലും അത് കാണാം നമുക്ക്. വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഒരു ഓഞ്ഞ ഡയറക്ടറില്ലേ ഒരുത്തി, അവള് ഈ റണാസുന പ്രതീക്ഷ ഇത് മൂന്നും കൂടി സംസാരിക്കുന്ന ഒരു കൊണച്ച കോൺഫറൻസ് കോളാണ്. എനിക്ക് തേങ്ങ മനസ്സിലായില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടു നോക്ക്. നമ്മുടെ പുതിയ വർക്ക് എന്തായി? പുതിയ വർക്ക് വേണ്ട 4
കഴിയുമ്പോൾ റിലീസിംഗ് ആണ്. പിന്നെ അതിനെപ്പറ്റി വിവാദങ്ങൾ അറിഞ്ഞ വിവാദം എന്ത് ഓൾറെഡി രേണുസുതി അഭിനയിക്കുന്നതിലെല്ലാം വിവാദമാണല്ലോ. ഓൾറെഡി രേണുസുതി അഭിനയിക്കുന്നെല്ലാം വിവാദമാണല്ലോ. നീ ആര് എടി നീ അഭിനയിക്കുന്നെല്ലാം വിവാദമാവുന്നത് എന്തുകൊണ്ടാ? അപരാധം കാണിക്കുന്നതുകൊണ്ടാ. അതാദ്യം മനസ്സിലാക്ക്. നീ വിചാരിക്കുന്നു ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പെന്ന്. ഒരിക്കലുമല്ല. ഈ വെറുപ്പ് എങ്ങനെയാ ഉണ്ടായത്? നീ സൃഷ്ടിച്ചെടുത്തതാണ്. നിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്. ഒട്ടുമിക്ക ആൾക്കാരും നിന്നെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ നിന്നെ വിമർശിക്കാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാ? നീ അപരാധം കാണിക്കാൻ തുടങ്ങിയതുകൊണ്ട്. നിന്നെ ഞാൻ അടങ്ങുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ നീ ഇപ്പൊ മാറി. നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൊതു ശല്യമായി മാറിയിട്ടുണ്ട്. നിന്റെ വീഡിയോസ് എങ്ങനെയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ നിർത്തണം. മെമ്പർഷിപ്പ് പോ, അവിടെ തന്നെ. നിനക്ക് പറ്റിയ സ്ഥലമല്ല. നീ അവിടെ അപരാധിച്ചിരുന്നു, അത് തന്നെ ഞാൻ പറയും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നീ ഇതെല്ലാം മനസ്സിലാക്കും. അന്ന് എല്ലാ സമയം കഴിഞ്ഞ് പോടെ. ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് തൊലഞ്ഞ് നാറാമത്തായെന്ന് നീ മനസ്സിലാക്കും. പുതിയ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യലഹരിയിലാണ് അവിടെ കിടന്നാടിയത്. ഷാപ്പിലെ കള്ള് കുടിച്ച് മദ്യം മറന്നാടുകയായിരുന്നു. അതായത് പുതിയ വിവാദം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ വീഡിയോ സൈഡിൽ കൊടുക്കുക. അടിച്ച് പൂസായാണ്. ദാസപ്പന്റെ കാലൊന്നും തറയിൽ ഉറക്കില്ല. അവൻ കിളി പറന്ന് നിൽക്കുകയാണ്. അടിച്ച് പൂസായിട്ട് റീൽ കൊണച്ചാണ്. എന്നിട്ട് പറയുന്നത് കഞ്ഞി വെള്ളം പോലും. കൊണച്ച വെള്ളം എല്ലാത്തിനും പെറ്റിയടിക്കണം. ഓരോന്നിനും അവിടെ ഡാൻസ് കളിച്ച് തുള്ളി എല്ലാത്തിനും പെറ്റിയടിച്ച് അതിന് അവസരം ഉണ്ടാക്കി എല്ലാത്തിനും സകലമായ എണ്ണത്തിന് 1-2 ലക്ഷം രൂപ വെച്ചിട്ട് അങ്ങോട്ട് പെറ്റി അടിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് എക്സൈസുകാർ കേസ് എടുക്കുന്നില്ല? കേസ് എടുക്കണം. ഇതും കേസ് എടുത്തേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് പറ്റത്തില്ല. സൂരജിനെ മാത്രം പെറ്റി അടിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ല. ഇതും കേസ് എടുക്കണം. നിങ്ങൾ കള്ളിനാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. കള്ളിനെ വെച്ചിട്ട് പേക്കൂത്ത്. കള്ള് മാത്രമല്ല, അഴിഞ്ഞാട്ടമാണ് അവിടെ നടത്തുന്നത്. 3 ആണുങ്ങൾ ചേർന്ന് ഒരു പെണ്ണിനെ എടുത്തിട്ട് കറക്കുന്ന അഴിഞ്ഞാട്ടം. അതിൽ ഉൾപ്പെടെ കേസ് എടുക്കണം. അതാ മൊണ്ണേരെ സൗണ്ട്. ആര്? പ്രതീഷിന്റെ സൗണ്ടാണ് അത്. മൂന്നുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരു വോയിസ് കോൾ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിടാണ്. അയ്യോ ഞങ്ങൾ 3 പേര് ഇങ്ങനെയാണ് സംസാരിച്ചത്, കണ്ടോ നാട്ടുകാരിങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു എന്ന് പറഞ്ഞുള്ള സാധനം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടാണ്. എന്തിന് ഇത് കേക്ക് പോവും. അപ്പൊ അവർ ഒറിജിനൽ കള്ളല്ല യൂസ് ചെയ്തതെന്ന് ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കണം. ഇത് ഇവർ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അത് വള്ളിയാകും. പൈസ കൊടുക്കേണ്ടി വരുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ നൈസായിട്ട് ആശാന്മാരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഇറക്കുന്ന വോയിസ് റെക്കോർഡാണ്. ഊട്ടായ്പാണ്. സകലമാന എണ്ണത്തിനും പറ്റി അടിച്ചു കൊടുക്കണം. കള്ള് ഷാപ്പിന് ഉൾപ്പെടെ അടിച്ചു കൊടുക്കണം. കാരണം കള്ളിനാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ നടപടി എടുക്കണം. ഒന്നിനെയും വെറുതെ വിടല്ലേ, എല്ലാത്തിനും പിടിച്ച് അകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞത് അപരാധികളെ. ഈ കള്ളിന്റെ കേസ് മാത്രമല്ല, അപരാധങ്ങളാണ് ഓരോ ദിവസം വീഡിയോകൾ അടിച്ചു വിടുന്നത്. നിന്നെക്കാൾ ഫാർ ബെറ്റർ അലിജോസ് പെരേരയാണ്. മൊണ്ണയാണെങ്കിലും ഷൊട്ടാണെങ്കിൽ ഷൊണ്ണയാണെങ്കിലും അവൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ചിരിച്ചിട്ട് അവന് 10 തെറി വിളിക്കാനെങ്കിലും തോന്നും. പക്ഷെ നിന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരടക്കം വഴിതെറ്റുന്ന വീഡിയോ ആണ്. അത് ഇവിടെ വച്ചു പൊറപ്പിക്കാൻ പറ്റത്തില്ല. അവന്റെ മറ്റവൻ ഓരോ തെണ്ടിത്തര. എടാ പോളം മൊണ്ണെ പ്രതീക്ഷ. നിന്നെ തന്നെ ഞാൻ പറയുന്നത്. എല്ലാം കൂടി വളഞ്ഞിട്ട് കള്ളു അടിച്ച് കള്ളു കുടിച്ച് പേക്കൂത്ത് കൂത്താട്ടം നടത്തി പെറ്റി വരുമെന്ന് കണ്ടപ്പം പ്ലാൻ ചെയ്ത ഒരു വോയിസ്. നമ്മൾ ഇങ്ങനെ സംസാരിക്കണം, അപ്പോഴിത് പുറത്ത് വിടുമ്പോൾ ആൾക്കാർ പോവും, അപ്പോഴങ്ങനല്ല എന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വിടുന്ന സാധനമാണ്. 3 കൂടി വളഞ്ഞിട്ട് കള്ളു അടിച്ചിട്ട്. ഇതിനെതിരെ നടപടി എടുക്കണം. ഇതാര് വരാതെ വിടത്തില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊടുക്കണം. ഞാനിത് കൊടുക്കാത്തതിന് വേറൊരു റീസൺ ഉണ്ട്. അത് വേറൊരു കാര്യം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോക്കട്ടെ, എന്തായാലും അതൊന്ന് പറഞ്ഞുതരാം. അതിൽ വേറൊരു കളിയുണ്ട്, പറയാം. കള്ള് ഷാപ്പിൽ നിനക്ക് പിന്നെ എന്താ പനിനീര് തരൂടാ ഇനി? കള്ള് ഷാപ്പിൽ നീയൊക്കെ ഇരുന്ന് കള്ളു കുടിച്ചെടുത്തിട്ടുള്ള പേക്കൂത്ത് വീഡിയോ. അതിൽ ദാസപ്പന്റെ കാലം ഉറക്കണില്ല, അവന്റെ കുണ്ടി കിടന്ന് കുലുങ്ങുക. അതിന് നീയൊക്കെ എന്താ ചെയ്യുന്ന? അപരാധിക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അതിന് അവസാനം ഷൂട്ടിങ്ങിന്റെ പേരിൽ അങ്ങ് നടക്കുക. അതാണ് നീയൊക്കെ ചെയ്യുന്നത്. അയ്യേ, കഞ്ഞിവെള്ളം ഞാൻ ആ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുക, നിങ്ങളൊന്ന് കണ്ടിരുന്നാൽ മതി. ഇത് കഞ്ഞിവെള്ളം. കള്ള് ഷാപ്പിൽ കഞ്ഞിവെള്ളം നീ വെച്ച് മൂഞ്ചണ്ട.
നീ ഉണ്ടാക്കിയത് ഇനി നീയൊക്കെ മൂന്നും കൂടി പ്ലാൻ ചെയ്തിട്ട് കിടന്ന് വരവുന്നത് എന്തിനാണെന്ന് നല്ലപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, അറിയുകയും ചെയ്യും കേട്ടാ. എന്തായാലും നീയൊക്കെ പെറ്റി അടയ്ക്കണം, അകത്തും കിടക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. സത്യം സീരിയസിൽ പറയാം, ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടണം. ഇതിനെയൊക്കെയാണ് പിടിച്ച് അകത്തിടേണ്ടത്. പൊതുശല്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടാൻ പറ്റിയ അത്രയും നല്ലത്, അത്രയും വളരെ നല്ല കാര്യം എന്നേ പറയത്തുള്ളൂ. മറ്റവള് അയ്യോ നമ്മളിനി പ്രൊമോട്ട് ചെയ്ത് ഇനി ഇതിന്റെയും കൂടി കേസ് വച്ചോ, നീക്ക് കേസും കൂടി വെച്ചോ, ഇരിക്കണം നീയൊക്കെ ഇവിടെ. നീയൊക്കെ അപരാധിക്കില്ല ഇനി സോഷ്യൽ മീഡിയയിൽ കാണല്ലോ ഒറ്റ എണ്ണത്തിന്. അയ്യോ വീണ്ടും അണ്ട ഈ ഒരു സാധനം ഇവര് പ്ലാനിങ് ആണ്. എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരുടെ ഞാനൊന്നും കാണത്തില്ല. ഇതുപോലുള്ള സ്ഥിരം ഡയലോഗാണ്, നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൾ അടിക്കുന്ന സ്ഥിരം ഡയലോഗാണ്. എന്നിട്ട് സകലമാന വീഡിയോസും ഇരുന്ന് കാണും. ഇത് ഇവർ മൂന്നുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം, ഇങ്ങനെ ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ഒരു സംസാരിച്ചിട്ട് ഇത് പുറത്തു വിടാം. ഇത് പുറത്തു വിടുമ്പോൾ കേൾക്കുന്ന നാട്ടുകാർ വിചാരിക്കും അപ്പൊ അവര് മൂന്നുപേരും സംസാരിച്ച് വോയിസ് റെക്കോർഡും പുറത്തായി. അപ്പൊ അങ്ങനെ തന്നെ ഇടേ ഇവര് മൂന്നുപേരും പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടേണ്. അതാദ്യം മനസ്സിലാക്കണം മണ്ണങ്ങളെ. എല്ലാവരും അല്ല, ഇവളെയൊക്കെ അന്ധമായിട്ട് നോക്കിയും കണ്ടും ചൂപ്പിക്കൊണ്ടിരിക്കുന്ന ടീമുകളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. അത് ആവട്ടെ, നീയൊക്കെ കള്ളും കുടിച്ചാണ് പേക്കൂത്തുകൾ നടത്തിയിട്ടുള്ളത്, മനസ്സിലായോ? നിന്റെ ആട്ടങ്ങളും നിപ്പുകളും കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാത്തിനെതിരെ നടപടി എടുക്കണം. കള്ളു കൂടി അവന്റെ പോണം, നിന്റെ ആട്ടപ്പണ്ടം തീരണം, നിന്റെ പൈസ പോണം എല്ലാത്തിന്റെയും. എല്ലാം എഴഞ്ഞ് തന്നെ അവിടെ നിക്കണത് വീഡിയോ കണ്ടല്ല, ഞാൻ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഓ ഭയങ്കര കഷ്ടപ്പാട് തന്നെ. മറ്റവെടുത്ത് കറക്കണ്, ഉരുട്ടണ്, പരട്ടണ്, ഇതൊക്കെയാണ് കഷ്ടപ്പാട്. ഭയങ്കര കഷ്ടപ്പാട്, തീരാത്ത കഷ്ടപ്പാട്. എനിക്കിപ്പം എന്റെ ആ വിഷ്വലില് എനിക്ക് കള്ള് വെക്കുന്ന രീതിയിലുള്ള സാധനമായിരുന്നു വേണ്ടേ. അത് ഞാൻ അവിടെ ആ ഒരു പ്രോപ്പർട്ടീസ് വെച്ച് ഞാൻ അവിടെ സാധനങ്ങൾ ഉണ്ടാക്കി സൃഷ്ടിച്ചു. അത് പുറത്തേക്ക് വന്നപ്പോ അത് കള്ളായിട്ട് കണ്ടു. അതുപോലെയാണ് കുട്ടനാടൻ പൂഞ്ചയിലെ ആ വിഷ്വല്, ആൽബത്തിലുള്ള വിഷ്വൽ എല്ലാം 10,000 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊരു പ്രൊമോഷൻ എടുത്ത സാധനമാണ്. പക്ഷെ അത് ആൽബത്തിൽ കാണണം, അത് ആൽബത്തിൽ കണ്ടില്ലേ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട് ആൾക്കാര്. ഓ തൊക്കിക്കൊല്ലത്തൊന്നുമില്ല, പക്ഷേ വൈനടിച്ച് അടക്കുകയും ചെയ്തേക്കെ അതിനുള്ള കേസാ, മനസ്സിലായ? ഓ പച്ചവെള്ളം നീരാക്കി കുടിക്കണം, പുന്നാരമോയ് പ്രതീക്ഷ എടപ്പ് നീ അടയ്ക്കണം. ആ വീഡിയോയിലുണ്ടായിരുന്ന സകമാന എണ്ണവും അടയണം. അതാണ് ചെയ്യേണ്ടത്. നിന്റെ കണ്ണാക്കി പിരിവെട്ടണം, നിങ്ങൾ പട്ടിക്കണം. കൊണയടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ കിടന്ന് മെഴുകുന്നുണ്ട്, നല്ലപോലെ വിഷമമുണ്ട്. എന്തായാലും പെട്ട് മൂഞ്ചി തിരിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ പ്ലാൻ ചെയ്തൊരു വോയിസൊക്കെ അങ്ങോട്ട് പുറത്തു വിടുന്നു. എഴുതി പോരാ മണ്ണെ, ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ നിന്റെ അന്തങ്ങളെടുത്ത് പറഞ്ഞാൽ നമുക്കറിയാം നിന്റെ ഒക്കെ ഗുണം. ഇനി കാട്ടപരാധികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ ഇരിക്കും കാണാം. സൂപ്പർ. അലിൻ ജോസ്, എല്ലാ അപരാധികളും കൂടി ഒരുമിച്ചുണ്ടാ. നിങ്ങൾ നോക്കി നോക്ക്. ജാസി, ഇതേ ജാസി, അയ്യടാ അയ്യേ, അതാ മറ്റേ വാശി, ഇതേ അത്. ഓ ഇത് മറ്റേ കാട്ടപരാധി. ഓ
ഈ സാധനത്തിനെ സോഷ്യൽ മീഡിയയിലൊന്നും നിരോധിക്കണം. ഇൻസ്റ്റ തുറക്കാൻ വയ്യ. ഇവളുടെ പേക്കൂത്തുകളാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ഇതിനൊക്കെ വെടിവെച്ചു കൊല്ലാൻ ആരുമില്ലല്ലോ. ഓ രാജി, കോപ്പില്ലല്ലോ. ഇതിനെയൊക്കെയാണ് നിരോധിക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ ആദ്യം, കോപ്പുകൾ. ഇനി റണാസു നേരെ ഒരു വീഡിയോ കൊടുക്കണം. അതിൻ്റെ മോളെ നോക്കാം. എടി അല്ലെങ്കിൽ എടയാണെങ്കിൽ ഏതെടയില് നീ ഒരു മനുഷ്യനാണെന്ന്. നിന്നെ ഒന്നും നീ ഒന്നും ചെയ്യണ്ട. നീ പൊതുശല്യമാണ്, മനസ്സിലായോ രണ സുനെ? നീ പൊതുശല്യമാണ്. അത് നീ അധികം മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യും. തള്ളെ മാസ് വെച്ചായിരിക്കണം. അവളെ വായിരിക്കണ തള്ളയ്ക്കും തന്തയ്ക്കുള്ള നീ കേൾക്കാതിരിക്കാൻ നീ നോക്ക്. എന്തായാലും നിന്റെയൊക്കെ അപരാധങ്ങൾ കണ്ട് 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 ഒരു വഴിക്കായി സത്യം. ഇന്നലെ എനിക്കൊരു പെൺകുട്ടി മെസ്സേജ് അയക്കണം, അതിലായിട്ട് വീഡിയോ നടത്തല്ലെന്ന്. ഞാനെന്തോ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് സത്യം പറഞ്ഞ സീരീസിൽ വയ്യ അവളുടെ വീഡിയോ ചെയ്ത്. പിന്നെ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കും കണ്ടന്റാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കണ്ടന്റുമാണ്, ഞാൻ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, എന്തായാലും അപരാധങ്ങൾക്ക് ഒരു അറുതി വരട്ടെ ഉടനെ, എത്രയും പെട്ടെന്ന്. നമുക്ക് നടപടികളോട്ടൊക്കെ ഇനി ഒന്ന് ഇറങ്ങേണ്ടി വരും. അല്ലാതെ ഇമാതിരി അപരാധങ്ങളൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.